നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന റവ ഉപ്മാവ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി റവ ഉപ്മാവാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ചട്ടി എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു സ്പൂണ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജിഞ്ചർ നന്നായിട്ട് ചെറിയ പീസസ് ആക്കി അരിഞ്ഞതാണിത്. ഇനി അതുപോലെ ഒരു ഗ്രീൻ ചില്ലി, അതായത് പച്ചമുളക് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇനി ചേർക്കുന്നത് കുറച്ച് കറി ലീവ്സ് ആണ്. കറി ലീവ്സ് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരല്പം കറി ലീവ്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സവാളയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസുള്ള ഒരു സവാള എടുത്തിട്ട് ഇതുപോലെ സ്ലൈസസ് ആക്കിയിട്ടുണ്ട്. അത് ഇതുപോലെ എണ്ണയിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്യാരറ്റാണ്. ഒരു മീഡിയം സൈസുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ സ്ലൈസസ് ആക്കിയിട്ടുണ്ട്. അതും ആ എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയും നമ്മുടെ ഈ ഒരു റവ അത്രയും ടേസ്റ്റി ആവുള്ളൂ, അതുപോലെ അത്രയും ന്യൂട്രീഷ്യസ് ആവുള്ളൂ ഒരുപാട് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എത്ര ചേർക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ വെള്ളത്തിലൊന്ന് കടന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് തിളച്ച് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് സെമോലീന അല്ലെങ്കിൽ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റവ ഇടുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ കൂടെ തന്നെ ഇളക്കി കൊടുക്കണത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് കട്ടിയായി പോകും, പെട്ടെന്ന് കുറുകിപ്പോവും. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും, അധികം വേവില്ല, പെട്ടെന്ന് കുറുകി വരുത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഇപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്, ഏകദേശം റെഡിയായി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഈവനിങ്ങിലൊക്കെ കഴിക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. ഇനി ഇത് വെറുതെ കഴിക്കാം, അല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഷുഗർ ചേർത്തിട്ടും നമുക്ക് കഴിക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്